നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാഹനം വിൽക്കാനും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ വിൽക്കാനും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളാണ് ആശ്രയിക്കുന്നത്. അതിന് ബ്രോക്കേഴ്സ്, നേരിട്ടുള്ള വ്യക്തികളുണ്ട്, കൂടാതെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ ഉടമ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉടമ മീൻസ് അതിൻ്റെ CEO എന്നോട് പറഞ്ഞു, ഇപ്പോൾ പത്രത്തിലൊന്നും പരസ്യം കൊടുത്താൽ കാര്യമായ റെസ്പോൺസ് ഒന്നും വരാറില്ല. ഈവൻ ഫേസ്ബുക്കിൽ ഒരു പരസ്യം ഇട്ടാൽ പോലും അതിൽ കൂടുതൽ റെസ്പോൺസ് വരാറുണ്ടെന്നുള്ള കാര്യം. ആ കാര്യത്തെ കൃത്യമായും സാധൂകരിക്കുന്ന 2-3 പേരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് കേരളത്തിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു വിപണന സാധ്യത കണ്ടെത്തുകയും ഇപ്പോൾ ഏതാണ്ട് 60-ലധികം ഫേസ്ബുക്ക് പേജുകളിലൂടെ 30 മില്യൺ ഫോളോവേഴ്സിനെ സമ്പാദിക്കുകയും ചെയ്ത ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അതിൻ്റെ ഉടമകളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവർ മറ്റൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കാനും സ്ഥലങ്ങൾ വിൽക്കാനും ഒക്കെ ഉള്ള ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ നമ്മൾ അറിയാത്ത ഇങ്ങനെ വളരെ ശക്തമായൊരു വിപണി കൂടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വാഹനങ്ങളും അതുപോലെ തന്നെ സ്ഥലമൊക്കെ വിൽക്കാനുള്ള ഒരു ആപ്പ് പരിചയപ്പെടുത്താനുമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു വരവ് 5 വർഷം കൊണ്ടാണ് ഏതാണ്ട് 30 മില്യൺ എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു ഫോളോവേഴ്സിലേക്ക് ഇവരെത്തിയത്. ആ ഒരു ഫോളോവേഴ്സിനെ എല്ലാവരെയും നമ്മൾ ഈ ഒരു പുതിയ ആപ്പിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ഇവിടെ CEO പോളിനെയാണ്. നമസ്കാരം പോൾ. നമസ്കാരം. പോൾ ഒരു US സിറ്റിസണാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പോളിൻ്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട്? ബേസിക്കലി ഞാനാണെങ്കിൽ എന്നാ മാർക്കറ്റിങ്ങും സെയിൽസും ആയിട്ടാണെങ്കിൽ എന്നാ ഫൈനാൻഷ്യൽ സെയിൽസ് ആയിട്ട് 25 years ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ശരി. നാട്ടിലെവിടെയാണ് സ്ഥലം? നാട്ടിലാണെങ്കിൽ എന്നാ പ്രോപ്പർ സ്ഥലം ഇടുക്കി. അതെ, അടിമാലി. അതെ, ഓക്കെ. യാ. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ ഇതിൻ്റെ കമ്പനിയുടെ CTO ആണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. ഒരു 6-7 years ഓഫ് IT കരിയർ ഉണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോഴാണ് ആഡോഡാഡ് എന്ന് പറഞ്ഞ കമ്പനി എന്നെ മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഈ ടീമിൻ്റെ ഭാഗമായി. എൻ്റെ പേര് ഡോക്ടർ ധനേഷ്. ഞാൻ ഈ യൂസ്ഡ് കാർ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ എങ്ങനെ വന്നു? ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അതായത് പുതിയൊരു അലൂമിനിയം മെറ്റീരിയൽ വികസിപ്പിച്ചെടുത്തു. അതിലാണ് എൻ്റെ ഡോക്ടറേറ്റ് കിട്ടിയത് 2025 ജസ്റ്റ് നൗ. ഇപ്പോഴാണ് എൻ്റെ എല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവരുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻസിലാണ് ഞാനുള്ളത്. കാരണം യൂസ്ഡ് കാർ മേഖലയിൽ തന്നെ വർഷങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ പാഷനായിട്ടുള്ള ഏരിയയാണ് യൂസ്ഡ് കാർ. അപ്പം ഇവരുടെ എങ്ങനെ ഒരു കാറ് ഇൻസ്പെക്ട് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, ഇതെല്ലാമാണ് എൻ്റെ മേഖല. ടെക്നിക്കൽ തിങ്സ് റിലേറ്റഡ് ടു യൂസ്ഡ് കാർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടക്കം തൊട്ടെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ, ഈ ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ 30 ലക്ഷം എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന ഫോളോവേഴ്സ് വന്നു. 60 പേജുകളുണ്ട് നമുക്ക് ടോട്ടൽ, അല്ല, എല്ലാ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പേജുകളാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ ഇത്രയും കാലം കാറുകളും അതുപോലെ തന്നെ സ്ഥലമൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. എന്താണ് അതിൻ്റെ ഒരു തുടക്കം? എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നാളത്തെ ഇന്നൊരു ആശയം ഞങ്ങൾ തുടങ്ങി, നാളെ ഒരു ആപ്പ് ഉണ്ടാക്കി അങ്ങ് വിറ്റേക്കാം എന്നുള്ളൊരു ആശയത്തിൽ തുടങ്ങിയതല്ല ഇത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പ്രയത്നം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് more than 5 years ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലുള്ള മെജോറിറ്റി ഗ്രൂപ്പുകളും ഞങ്ങളാണ് ഓൺ ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 8.5 ലക്ഷം ആൾക്കാർ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പ് 8.5 ലക്ഷം ഉണ്ട്. പിന്നെ അതുപോലെ ഒരു 5 ലക്ഷം 4 ലക്ഷം അങ്ങനെയുള്ള കേരളത്തിലെ എല്ലാ ഗ്രൂപ്പും അറൗണ്ട് ബൈജേട്ടൻ പറഞ്ഞതിന് 30 to 60 ഗ്രൂപ്പുകളുണ്ട്. അതിൽ വാഹന വിൽപ്പന ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് വിൽക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഈ 2 ഗ്രൂപ്പുകളും ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഒരു ആഡ് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരിലോട്ട് 30 മില്യൺ ആൾക്കാരിലോട്ടാണ് ഒറ്റ അടിക്കാതെ എത്താൻ പോകുന്നത്. അപ്പോൾ അത്രയും ഗ്രൂപ്പ് ഞങ്ങളുടെ കയ്യിൽ ഓണായി. അപ്പോൾ ഇനി ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഓൾറെഡി ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഞങ്ങൾക്ക് അതിനൊരു പ്ലാറ്റ്ഫോം വേണം. ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഞങ്ങളത് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം ചോട്ടെ, ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഈ പരസ്യം കൊടുത്തിരുന്നൊക്കെ, ഞങ്ങളിപ്പം എന്നെപ്പോലൊരു വ്യക്തി ഒരു സ്ഥലം ഒരു വാഹനം വിൽക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നായിരുന്നു അതിൽ പരസ്യം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഫേസ്ബുക്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങളൊരു D100 അഡ്വർടൈസ്മെൻറ്റ് ഓൾറെഡി ഞങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പേരിലായിരുന്നു ഡീലേഴ്സിനല്ല ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് ഞങ്ങളിതിൽ ആഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ഡീലേഴ്സിനെ കസ്റ്റമേഴ്സിനെ പൈസ വാങ്ങിയിട്ടില്ല. കാരണം ആർക്ക് വേണമെങ്കിലും അവരുടെ വാഹനം വിൽക്കാനുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകളിലോട്ട് ഇടാം. ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകളിലോട്ട് ഏത് ഗ്രൂപ്പിലോട്ട് വേണമെങ്കിലും വാഹനമാവാം, സ്ഥലമാവാം, ഇത് രണ്ടും അവർക്ക് ഈ ഗ്രൂപ്പുകളിലോട്ട് ഇടാം. അപ്പോൾ ഒറ്റ പോസ്റ്റിൽ തന്നെ ഇത്രയും റീച്ചാണ് അതിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരു പരസ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെല്ലിംഗ് പോസിബിലിറ്റി എത്ര % ഉണ്ടായിരുന്നു? അതോ 100% എല്ലാം വിറ്റ് പോകുന്ന? നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ നമ്മുടെ ഒരു പഴയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. വാഹനങ്ങളും സ്ഥലങ്ങളും എല്ലാം വിൽക്കുന്ന ഒരു സ്ഥിരമായിട്ട് ഞാൻ പേര് പറയേണ്ടത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി. ആ എസ്റ്റാബ്ലിഷ് ചെയ്ത അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലും ആഡ് ഇടുന്ന ഒരു വ്യക്തിക്ക് ഈ ഗ്രൂപ്പുകളിലോട്ടും കിട്ടും. കാരണം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള വ്യൂവേഴ്സും കിട്ടും,
ഒപ്പം എല്ലാ ജനങ്ങളും ഇപ്പം കയറിയിരിക്കുന്ന ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോട്ടാണ് ആഡുകൾ കൂടുതലും പോകുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇത് രണ്ടുമാണ് മെയിൻ പോകുന്നത്. ബൈജേട്ടൻ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, മകള് പറയുന്നുണ്ട് ഇൻസ്റ്റയാണ് നോക്കണ്ടേന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇപ്പം ഇൻസ്റ്റയിൽ ബൈജേട്ടൻ ഇപ്പം അത്യാവശ്യം ആക്റ്റീവായി. അപ്പോൾ അതുപോലെ തന്നെ ഈ 2 പ്ലാറ്റ്ഫോമുകളിലോട്ടാണ് ഇപ്പം ജനങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റ് പ്ലേസിലാണ്. അപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസിൽ ഈ ഒരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പേര് ആ ആഡ് കാണും, നമ്മുടെ ആഡ്. അതിൽ നിന്നാണ് നമ്മൾ ആപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഒരു ആപ്പ്? നമ്മൾക്കിപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഇത്രയും 30 ലക്ഷം പേര് കാണുന്നുണ്ട് ആഡ് ഇട്ടാൽ, പിന്നെ എന്തിനാണ് നമ്മളൊരു ആപ്പിലേക്ക് പോകുന്നത്? അത് എനിക്ക് ടെക്നിക്കൽ ഓഫീസർ. അതായത് നോർമലി നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോലുള്ള മാർക്കറ്റ് വരുന്നത് അവരുടെ ഓപ്പോസിറ്റ്, അതായത് പല ആൾക്കാരും അവരെ ഡിസ്ക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഇതിന് ആവശ്യമുള്ളവരും ഇല്ലാത്തവരും കാണും. അങ്ങനെയുള്ള കമൻറ്റുകൾ നല്ല നല്ല വണ്ടികളുടെ കച്ചവടങ്ങളൊക്കെ ഓൾറെഡി ലോസ് ആകാറുണ്ട്. ആ സമയത്ത് നമ്മൾ ആപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് എക്സാക്ട് ഒറിജിനൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും, നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഡീലേഴ്സിനെയും കിട്ടും കറക്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ആപ്പിൽ എന്ന് പറഞ്ഞാൽ ഇത്രയധികം പേരുള്ളത് കൊണ്ട് നമുക്ക് ഇതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു 50,000 മേലുള്ള ആൾക്കാർ എന്തായാലും മിനിമം ഇത് കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവരെന്തായാലും ഡീലേഴ്സ് ആയിരിക്കും. അങ്ങനെ ഓൾറെഡി ഇത് പർച്ചേസ് നടക്കും. അതാണ് നമ്മൾ ഈ ആപ്പിലേക്ക് വരാനുള്ള മെയിൻ കാരണം. അത് പറഞ്ഞാൽ വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മളൊരു പരസ്യം ഫേസ്ബുക്കിൽ ഇടുമ്പോൾ 5 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് വെച്ചാൽ അതിൻ്റെ താഴെ കമന്റ് വരും, ഇത് ഞാൻ 4.5 ഈ പൈസക്ക് വാങ്ങിച്ചല്ലോ ഇടിച്ച വണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ, അത്രയും കാര്യങ്ങൾ മലയാളി എന്തായാലും ഒരു കമന്റ് ഇട്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത് അല്ല, എന്തായാലും അത് താഴെ നെഗറ്റീവ് ഇട്ടിട്ട് പോകും. അപ്പോൾ ഈ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മളിപ്പം ഈ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു വാഹനം വിൽക്കണം, എൻ്റെ മനസ്സിൽ ഒരു ആപ്പിൻ്റെ പേരുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് നമുക്ക്, എന്തിന് നമ്മുടെ ഈ പുതിയ ആപ്പിലേക്ക് ഞാൻ മാറണം? അതായത് നമ്മുടെ അതിനകത്ത് കോസ്റ്റ് നമ്മൾ പേ ചെയ്യും. ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതായത് എല്ലാ യൂസേഴ്സിനും ഫ്രീ ആണ്. അതിന് ആദ്യത്തെ എല്ലാ യൂസേഴ്സിനും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത് ആപ്പിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും അധികം 8 ലക്ഷം മെമ്പേഴ്സ് മേലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആക്സസ് കിട്ടും. ആ ഗ്രൂപ്പ് അതുപോലെ തന്നെ 60 to 90 ഗ്രൂപ്പ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഗ്രൂപ്പുകളിലെല്ലാം നമുക്ക് ഇവർക്ക് പബ്ലിഷ് ചെയ്യാം. അവരുടെ എല്ലാം ലിങ്ക് നമ്മൾ ഓപ്പൺ ആയി കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആപ്പിൽ ഒരു ആഡ് ഇട്ടാൽ അത് ഈ 10-30 ലക്ഷം പേരിലേക്ക് അല്ലാതെ അതായത് അവർക്ക് എങ്ങനെ വേണേലും അത് ഏത് വേണേലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഇൻ കേസ് ഫേസ്ബുക്കിന്റെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചെയ്യാം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസ് വേണമെങ്കിൽ അവരുടെ വീഡിയോ വേണമെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യാം. അവരുടെ ഏതാ ലിങ്ക്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലുള്ളൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വീഡിയോ ലിങ്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രൊവിഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓടി തുടങ്ങി. അതായത് ഇപ്പം ലോഞ്ചിലാണ് സംഭവം എന്ന് പറഞ്ഞാൽ. അതാണ് അടുത്ത ഇതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് ആണ്. ലോഞ്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തും. അത് ഇത്ര ആൾക്കാർ തന്നെ കസ്റ്റമേഴ്സ് വന്ന് കയറി നമുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീലേഴ്സും ഉണ്ട്, സാധാരണ വ്യക്തികളെല്ലാം ഡീലേഴ്സും ഉണ്ട്. അവരിതിലൊരു ആഡ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ നടപടി? അതായത് ഇപ്പം പ്രസന്റ്ലി നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ തന്നെ ഇന്ത്യയിലൊരു പ്രമുഖ ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ ഡീലേഴ്സിന് ഇപ്പോൾ ഇടണമെങ്കിൽ ഒരുപാട് പൈസ ഇടണം. 1 ഇയറൊക്കെ ഇടണമെങ്കിൽ അറൗണ്ട് 1,70,000 ആ റേഞ്ചിലോട്ട് അവരുടെ പ്രൈസ് പോകുന്നുണ്ട്. അവർക്ക് അവരുടെ വാഹനങ്ങൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എമൗണ്ട് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് പ്രസന്റ്ലി ലോഞ്ച് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രസന്റ്ലി ഇപ്പം നമുക്ക് ഡീലേഴ്സിന് പൈസ ഇല്ല. കുറച്ച് റൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നമ്മൾ റണ്ണിങ് കോസ്റ്റുള്ള ചെറിയൊരു എമൗണ്ട് മാത്രമേ ഞങ്ങൾ വാങ്ങുന്നുണ്ടാവുള്ളൂ. ഒരു 3 മാസം ഫ്രീ അതിനുശേഷം വാങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഓൾറെഡി ഡീലേഴ്സ് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. ഇപ്പം കേരളത്തിലെ എല്ലാ ഡീലേഴ്സും മെജോറിറ്റി 90% ഡീലേഴ്സും ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. കാരണം ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അവർക്ക് ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു ആപ്പും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പുകൾ ഇടുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് ഈ ആപ്പിലോട്ട് ഇടാൻ പറയുന്നു. ഇനി ആസ് എ കസ്റ്റമർ എങ്ങനെ ഗുണം ചെയ്യുന്നു? ഇപ്പം ബൈജേട്ടൻ പറഞ്ഞല്ലോ, ബൈജേട്ടൻ്റെ ഒരു പഴയ വാഹനം ഉണ്ടായിരുന്നു, വിറ്റു, ഒരു നല്ല പ്രൈസ് വേറൊരു പ്ലാറ്റ്ഫോമിൽ കൂടി കിട്ടിയെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അന്യ സംസ്ഥാനത്തു നിന്ന് വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം ബൈജേട്ടൻ ഒരു വാഹനം വിൽക്കുന്നു, ബൈജേട്ടൻ ഒരു സ്വിഫ്റ്റ് കാർ വിൽക്കുന്നെങ്കിൽ അപ്പോൾ ബൈജേട്ടൻ്റെ അടുത്ത് വന്ന് ഫ്രീ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് തരാമെന്ന് അവർ പറയും. അവർ നോക്കുന്ന പെയിന്റ് തിക്നെസ്സും പിന്നെ സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് സ്പോട്ടിൽ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഡീൽ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ബൈജേട്ടൻ്റെ വാഹനം വന്ന് ഇൻസ്പെക്ട് ചെയ്ത ശേഷം ഈ കാറിൻ്റെ ഫോട്ടോസ് എല്ലാം കൂടിയിട്ട് അവരുടെ ഒരു ഡീലേഴ്സിൻ്റെ ആപ്പ് ഉണ്ട്. ആക്ച്വലി അവരല്ല ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ബൈജേട്ടൻ്റെ വാഹനത്തിന് ഈ പോസ്റ്റ് എല്ലാം എടുത്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ ഡീലേഴ്സ് ആപ്പിലോട്ട് അവർ പോസ്റ്റ് ചെയ്യും. ആ ഡീലേഴ്സ് ആപ്പിൽ കേരളത്തിലെ എല്ലാ ഡീലർമാരും ഉണ്ടാവും. മെജോറിറ്റിയും അവരുടെ പൈസ കൊടുത്ത് ചെയ്തിട്ടുള്ള ഡീലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഡീലേഴ്സ് ഇതിനൊരു റേറ്റ് കോട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബൈജേട്ടൻ്റെ ഒരു സ്വിഫ്റ്റിന് അവരൊരു 4 lakhs വരെ എടുക്കാൻ എക്സാമ്പിൾ ഉദാഹരണമാണ് പറയുന്നത്. ബിഡ് ചെയ്യും. അവർ ബിഡ് ചെയ്യുമ്പോൾ ഒരു 4 lakhs വരെ ബിഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആപ്പ് റൺ ചെയ്യുന്ന ആൾക്ക് മനസ്സിലായി ഈ സ്വിഫ്റ്റ് ഈ ഡീലർ 4 lakhs എടുക്കാമെന്ന് പറയും. പിന്നെ നെക്സ്റ്റ് അവർ പറയുന്നത് ബൈജേട്ടിൻ്റെ അടുത്ത് വന്ന് നെഗോഷിയേറ്റ് ചെയ്യും. സാർ ഈ
വാഹനത്തിന് നമുക്ക് മാക്സിമം കിട്ടിയ പ്രൈസ് 3 രൂപ അല്ലെങ്കിൽ 3.25 മാക്സിമം കിട്ടിയ പ്രൈസ് സാർ അടുത്ത് പറയും. അപ്പോൾ ബൈചേട്ടൻ പറയും ഓൾറെഡി അത് പറ്റില്ല സാർ, ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു സാർ മാക്സിമം നമുക്കൊരു 3:30 വരെയാണ് ഇതിന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ബൈചേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞ് അവർക്ക് ഈ വാഹനം വിറ്റു. ബൈചേട്ടന് സ്പോട്ടായിട്ട് 3:30 അവർ അക്കൗണ്ടിലോട്ട് അയച്ചു തരും. നെക്സ്റ്റ് ഈ ആപ്പ് ഈ വാഹനം പർച്ചേസ് ചെയ്യുന്ന ആരാ? കേരളത്തിലെ ഒരു ഡീലറാണ്. ആ ഡീലർ ഇത് എടുക്കുന്നത് 4 ലക്ഷം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എത്ര വന്നു? ബൈചേട്ടന് ഒരു 70,000 ഇവിടെ നഷ്ടം വന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഈ ആപ്പിലോട്ട് ഡയറക്റ്റ് ഇടുമ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി കേരളത്തിലെ 90% ഡീലേഴ്സിനും കണക്ഷൻ ഉണ്ട്. അപ്പം 14 ജില്ലകളിലോട്ട് ഇത് പോകും. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് തരുന്നത് ആ ഡീലറിന് ഈ വാഹനം കൊടുക്കും വിത്തൗട്ട് എനി കമ്മീഷൻ. ബൈചേട്ടനെ ഞങ്ങളൊരു പൈസ വാങ്ങുന്നില്ല. ആ ഡീലർ പറഞ്ഞ റേറ്റ് എത്രയാണോ ബൈചേട്ടനെ ഡയറക്റ്റാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇടയിൽ വന്ന് അവരാണ് ബൈചേട്ടന് പൈസ തരുന്നത്. പിന്നെ അവരെത്രയ്ക്ക് അവർക്ക് കൊടുക്കുന്നത് ബൈചേട്ടന് അറിയില്ല. ഇത് ഡയറക്റ്റ് ഡീലേഴ്സ് വന്നിട്ടായിരിക്കും ബൈചേട്ടൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് ഈ പരസ്യം ഇടുന്നതിന് ഡീലർ തരുന്നൊരു ലാഭം അത്രേ ഉള്ളൂ. പക്ഷെ അത് തന്നെ നമുക്ക് ഈ പറഞ്ഞ 1000 വരാം എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഈ പറഞ്ഞ പോലെ ചെറിയ ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടും. അപ്പോൾ 1-2 ലക്ഷം കൊടുത്ത് അതിൻ്റെ ഫ്രണ്ട് എൻഡ് വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. പക്ഷേ ഈ സ്ക്രാപ്പിൽ നിന്ന് നമ്മൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഒരു 70 to 1 CR ഓൾമോസ്റ്റ് കോസ്റ്റ് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ വലിയ സ്വിഗ്ഗി ഒക്കെ പോലുള്ള ആപ്പുകളൊക്കെ നമ്മൾ 1000 പേര് കയറിയാലും കാശ് ആകുന്നു. ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ്. എത്ര ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഇത് എത്ര ലോഡ് വരുന്നോ അതനുസരിച്ച് ഇതിന്റെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ള ലോഡ് ബാലൻസർ എല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ എത്ര ലോഡ് ഇപ്പോൾ എത്രത്തോളം ലോഡ് കൂടുന്നതനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യുക, സെർവർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഡിക്രീസ് ആകുന്നതനുസരിച്ച് സെർവർ നമ്മൾ ഈ പറഞ്ഞ പോലെ ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് ബാലൻസ് എത്ര വേണമെങ്കിലും ആൾക്കാർ വന്ന് കയറിയാലും കുഴപ്പമില്ല. അഡീഷണൽ ആയിട്ട് സർവേസ് ജനറേറ്റ് ചെയ്തു ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ആർക്കിടെക്ചർ നമ്മൾ ഇത് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആപ്പ് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്കിൽ അതും ഉണ്ടാവും. എല്ലാം നമ്മൾ പാരലൽ. അതുപോലെ തന്നെ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു അഡ്വർടൈസിങ് കമ്പനിയായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു അതായത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വന്നേക്കുന്ന കസ്റ്റമേഴ്സിന് വന്ന് ഫേസ് ചെയ്തേക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ ആപ്പിലേക്ക് എത്തിയേക്കുന്നത്. അതെ അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റേ ആപ്പിളും പ്ലേ രണ്ട് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലും ഉണ്ട്, ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് വെബ് ആപ്പായിട്ട് ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നമുക്ക് ഇത് ചെയ്യാം. അതുള്ള എല്ലാ ഡിവൈസസിലും ഇത് കിട്ടും. അതിലുള്ള കണക്ടിവിറ്റി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ധാരാളം ഇപ്പോൾ യൂസ്ഡ് കാറിൻ്റെ അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ ഒക്കെ ധാരാളം ആപ്പുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം യൂസർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു കാര്യം. അതെ, യൂസർ ഫ്രണ്ട്ലി. അതുപോലെ തന്നെ അഡ്വർടൈസിങ്, നമ്മുടെ ഇതിനകത്ത് അഡ്വർടൈസിങ് അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കുന്ന അഡ്വർടൈസിങ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല. അത് ഇനിയും ചെയ്യത്തുമില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആപ്പുകളിൽ നിന്നുള്ള വ്യത്യസ്തം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയധികം മെമ്പേഴ്സ് ഡീലേഴ്സ് ഓൾറെഡി ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മളെ ഉള്ള ഒരു സാധനത്തിനെ ഇങ്ങോട്ട് ആക്കുന്നത് മാത്രമേ ഉള്ളൂ, ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഈ ആപ്പ് നമ്മൾ ഗ്രോ ആക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇതിനകത്ത് ആൾക്കാർ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ഇതിലേക്ക് വരുവാണ് മെയിൻലി. അതാണ് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ്. ഓൾറെഡി നമ്മൾ വർഷങ്ങളായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ ഒരു പാർട്ണറായിട്ടുള്ള അശോകിന് ആയിട്ടുള്ള ഒരു 20 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഫീൽഡിലുള്ള കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി ഈ ആപ്പിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു സാധാരണക്കാരൻ യൂസറിന് കിട്ടുന്ന ഏറ്റവും മാക്സിമം വില നമുക്ക് അവിടെ കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ മെയിൻ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വാഹനങ്ങളെ പറ്റി നന്നായിട്ട് അറിവുള്ള ടെക്നിക്കൽ സൈഡൊക്കെ അറിയാവുന്ന ഒരാൾക്ക് പിന്നെന്താണ് അതിൻ്റെ അകത്തൊരു സാധ്യത? കാരണം ഇതിനകത്ത് വാഹനങ്ങളുടെ പടം പോസ്റ്റ് ചെയ്യുന്നു, ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അല്ലേ? അല്ല, നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സാധ്യതയുണ്ടോ? അതായത് നിങ്ങളുടെ വകയായിട്ട് അഡോഡാഡിൻ്റെ വക എന്താണ് ഫിസിക്കൽ ഷോറൂംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? അത് ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലുള്ള ഒരു ഇതാണ്. ഞങ്ങളുടെ ഇപ്പം പ്രസന്റ്ലി നമ്മളിപ്പോൾ ഷോറൂമോ കാര്യങ്ങളൊന്നും അല്ല റൺ ചെയ്യുന്നില്ല. നമ്മളിപ്പം പ്രസന്റ്ലി നമ്മുടെ കസ്റ്റമേഴ്സിന് മാക്സിമം റേറ്റിൽ അത് കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇടയിൽ ഒരാളില്ല. ഇടയിൽ ഇപ്പം ഞങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ബൈചേട്ടനിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഒരു പൈസ തന്നിട്ട് നെക്സ്റ്റ് പിന്നെ വേറെ സെല് ചെയ്യുന്നില്ല. ബൈചേട്ടനെ ഡയറക്റ്റ് ഏറ്റവും പൈസ തരുന്ന കേരളത്തിൽ ആരാണോ അവരെ നിങ്ങൾ ഡയറക്റ്റാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡീല് ക്ലോസ് ആയി. അപ്പോൾ ഇത് രണ്ട് തരത്തിലും രണ്ടുപേർക്കും ഗുണമാണ്. ഡീലേഴ്സിനും ഗുണമാണ്, കസ്റ്റമറിനും ഗുണമാണ്. ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കും. അതായത് സെല്ലറിന് ഏറ്റവും മാക്സിമം പ്രൈസിൽ ഒരു വില ഇഷ്ടപ്പെട്ടില്ല, മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട്. അതായത് പറഞ്ഞാൽ നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ 1 to 1 ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 1 to മെനി പീപ്പിൾസുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വിലയാണ്. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് പ്ലേസിലെ ഏറ്റവും ഹയസ്റ്റ് ഉയർന്ന വില നമുക്ക് അറിയാനും പറ്റും. അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നു. ഏറ്റവും ഉയർന്ന വിലയിലനുസരിച്ച് നമുക്ക് വാഹനം വിൽക്കാൻ പറ്റും. അതുപോലെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇതിൽ അത് പറ്റും.
അതിന് നമ്പർ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ നമുക്ക് ചാറ്റിങ്ങിലൂടെ നമുക്ക് തന്നെ എടുക്കാന്നുള്ള രീതിയിൽ തന്നെ എടുത്തത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അവർക്ക് കിട്ടും. അതിനെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു നമ്പർ പിന്നെ മിസ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നമ്മളിത് മാസ്ക് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം ഡേറ്റ പ്രൈവസി അതിനൊരു ഇഷ്യൂ ആണ്. അത് മെയിനായിട്ട് മാസ്ക് ചെയ്യുന്നത്. പിന്നെ പൊതുവേ ഇപ്പം ഡീലേഴ്സ്, അത് കാറ് കച്ചവടക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മാർക്കറ്റ് പ്ലേസ് പോവുക എന്നുള്ളത്. കാരണം മാർക്കറ്റ് പ്ലേസ് എല്ലാവരുടെയും ഒരു വാഹനം ഇട്ടു, അല്ലെങ്കിൽ രണ്ടാമത്തെ വാഹനം ഇട്ടു, മൂന്നാമത്തെ ഇട്ടു, അത് കഴിയുമ്പോഴേക്കും ആ മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. കാരണം കൺസ്യൂമർ സെല്ലർ ആണ് അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ വീണ്ടും അടുത്തൊരു നമ്പറിൽ മാർക്കറ്റ് പ്ലേസ് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഓൾറെഡി ഡീലേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് വരുമ്പം അവർക്ക് ഡയറക്റ്റ് ഈ ആപ്പിലോട്ട് പോസ്റ്റ് ചെയ്യാം. പ്ലസ് 30 മില്യൺ ആൾക്കാരുടെ ഗ്രൂപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേരളത്തിൽ. ഈ ഗ്രൂപ്പിലോട്ടും പോസ്റ്റ് ചെയ്യാം. ഒറ്റയടിക്ക് റീച്ച് ആകട്ടുന്നത്. അതിലൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ മാർക്കറ്റ് പ്ലേസ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പേജ് റൺ ചെയ്യണം. പേജ് റൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ മിനിമം നല്ല ഫോളോവേഴ്സ് ഉള്ള പേജ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ മാർക്കറ്റ് പ്ലേസിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ടൈമിലെന്ന് പറഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് സാധാരണ നോർമൽ കസ്റ്റമേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഇടുമ്പോഴത്തേക്ക് ഈ മാർക്കറ്റ് പ്ലേസ് പോകുമ്പോഴത്തേക്ക് ഇവരുടെ ഈ അഡ്വർടൈസിങ് കാണാതെ കച്ചവടത്തിൽ ഭയങ്കരമായിട്ട് മടുപ്പ് വരിക, അങ്ങനെയുള്ള ഡീലേഴ്സിന്റെ കേസിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാനാണ് നമ്മൾ ഇത് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഇങ്ങനെ ഒത്തിരി തവണ നമ്മുടെ അടുത്ത് നമ്മുടെ തന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ആപ്പ് ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഒരു വാഹനം വിൽക്കാനുണ്ട്, എങ്ങനെയാണ് അതിൽ പോസ്റ്റ് ചെയ്യേണ്ടത്? അതായത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സാധാരണ അല്ല, ഡയറക്ട്ലി തന്നെ ജസ്റ്റ് ഈ യൂസർ ഫ്രണ്ട്ലി ആണെന്ന് നമ്മൾ ജസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിലേക്ക് ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം പടങ്ങളും വീഡിയോ ഉണ്ട്, വീഡിയോ എല്ലാം ഇടാം. വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഇടാം. അതെ, അത് കോമൺലി ആരും ചെയ്യാറില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ വേണ്ടവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, മാനുഫാക്ചർ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിന് ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൂടുതലായിട്ട് പൂരിപ്പിക്കേണ്ട വരത്തില്ല. എല്ലാം തന്നെ അതിനകത്ത് ഓപ്ഷൻസ് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ആ രീതിയിലാണ് ചെയ്ത് വെച്ചത്. അതൊരു വ്യക്തിയുടെ കാര്യം. ഇനി ആരോ ഡീലർ ആണെന്നിരിക്കണം, ഡീലർ ആണെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ഞാൻ അതിൽ എൻറോൾ ചെയ്യുകയും? ഡീലറിന് എന്ന് പറഞ്ഞാൽ ഡീലറിനും ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ് ആണ്. വ്യക്തിയുടെ ആണെങ്കിലും ഡീലറിനാണോ ഒരുപോലെ തന്നെ. അതുപോലെ ഇൻ കേസ് ഷോറൂം ഉണ്ട്, ഷോറൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പ്രീ അപ്രൂവൽ ആയിട്ട് നമ്മളുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഷോറൂമിന് വേണ്ടി തന്നെ ഒരു പേജസ് ഉണ്ട്. ആ പേജസിൽ അവർ ലിസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ വണ്ടികളും. അപ്പോൾ ഒരു ഷോറൂമിലുള്ള ഒരാളെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഷോറൂമിൽ പ്ലേസ് ചെയ്ത എല്ലാ വണ്ടികളും നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ രീതിയിൽ അതായത് ഡയറക്റ്റ് അവർ സെല്ലർ ആണോ ഇത് യൂസർ ആണോ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ബൈജേട്ടാ, അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്തിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നില്ല. അപ്പം മറ്റ് ആപ്പുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 4 ഫോട്ടോ, അഞ്ചാമത്തെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു വലിയ സ്ക്രീനിൽ ആഡ് വരും. ഈ ആഡ് കണ്ടിട്ട് നമുക്ക് ബാക്ക് ആണെങ്കിലും പോകാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ അതിനെ മിനിമൈസ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഈ ആഡ് നമ്മൾ കാണിച്ചിട്ട് നെക്സ്റ്റിലോട്ട് പോകുള്ളൂ. ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാണ്. നമുക്ക് ഓൾറെഡി ഞങ്ങൾക്ക് റവന്യൂ ഡീലേഴ്സിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത്രയും ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ ആഡ്സിൽ നിന്നുള്ള എമൗണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പം ഒരു യൂസർ എന്ന് പറയുമ്പോൾ കൺസ്യൂമറിന് അതൊരു അരോചകമാവും ഈ ആഡ് കാണുമ്പോൾ. എല്ലാവരെ സംബന്ധിച്ച് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിനും നല്ല വാല്യൂ ആണ്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഈ ആഡ് കണ്ടുകൊണ്ടിരിക്കുമല്ലേ, പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആഡാണ് വരുന്നതെങ്കിൽ നമുക്കെന്ന് പറയാം, ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നുന്നത് PDF വ്യൂവർ ഒക്കെ ഉണ്ട്. അതെ, PDF വ്യൂവർ തുറന്നാൽ മൊത്തം ആഡോടാണ്. PDF വ്യൂവർ ആദ്യം ഒരു മിനിറ്റ് ഒക്കെ ആഡ് കാണിച്ചിട്ടാണ് PDF-ലേക്ക്. അതെ, അങ്ങനെയുള്ള എല്ലാ ഞങ്ങളിത് ശരിക്കും മാർക്കറ്റും പഠിച്ചിട്ടുണ്ട്. അതുപോലെ ടെക്നോളജി പരമായി നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും പഠിച്ചിട്ട് സോൾവ് ചെയ്യും. ഇതുപോലെ മാത്രമല്ല, ഇത് നമ്മളിപ്പം ഡേ ബൈ ഡേ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എന്തെല്ലാം കേസുണ്ട്, പുതിയ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരും. അങ്ങനെയുള്ള എല്ലാം നമ്മൾ വെക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രഷ് ടു ഹോം വന്നപ്പം അവരുടെ ആദ്യത്തെ ആപ്പും സൈറ്റും എല്ലാം ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഹ്യൂജ് ട്രാഫിക് എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ലെവൽ എത്ര റീച്ച് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ആപ്പ് ആദ്യമേ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരു വലിയ സക്സസ് ആകട്ടെ എന്ന് ആശംസിക്കാൻ. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും കാലം മറ്റ് സംസ്ഥാനത്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആപ്പൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു ആപ്പ്, അതും ഇത്രയധികം ആൾക്കാരുടെ ഒരു ബാക്ക് സപ്പോർട്ട് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വിജയമാണെന്നുള്ളൊരു സംശയമില്ല. എങ്കിലും ഞാനൊരു വളരെ ജനറലായിട്ട് ചോദിക്കട്ടെ, ഫേസ്ബുക്കിൻ്റെ ഭാവി എന്താണ്? ഫേസ്ബുക്കിന്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അതെ, ഫേസ്ബുക്കിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് ഡേ ബൈ ഡേ അവരൊരു ചേഞ്ചസും എല്ലാം വന്നുകൊണ്ടിരിക്കുക. പക്ഷേ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന് പകരമായിട്ട് ഏതൊരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഇത് തീരുമാനം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഓർക്കുട്ടിന്റെ കാര്യം തന്നെ, ഓർക്കുട്ടായിരുന്നു ഒരു കാലത്ത് രാജാവായിരുന്നു, വിചാരിച്ചിരുന്നത്. അന്നേരം ഫേസ്ബുക്ക് വന്നു. അതുപോലെ തന്നെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫേസ്ബുക്കും പോകും. AI വരുത്തുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. ഫേസ്ബുക്കിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചെലവഴിക്കുന്നത്. കാരണം മോർ
മോർ എന്റർടൈനിങ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മാറിക്കൊണ്ട്. കാരണം ഈ ഫേസ്ബുക്കിന്റെ യൂസേഴ്സ് കമ്പാരിറ്റീവ്ലി കുറയുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. തന്നെ അതിലിരുന്നത് ഈ ഒരു പണിയില്ലാതിരുന്ന് കമന്റ് ചെയ്യുന്ന വലിയ സംഘമാണ്. അതായത് ഒരു ഉദാഹരണം പറയണേ, എൻ്റെ തന്നെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടും എല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയി. ആ അക്കൗണ്ട് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഞാൻ ഒന്നും വയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വീണ്ടും ഒരു 2-3 വട്ടം റിക്വസ്റ്റ് റിവ്യൂ കൊടുത്ത ശേഷം വീണ്ടും ഈ റിക്വസ്റ്റ് റിവ്യൂ നോക്കുന്നത് എൻ്റെ അനുമാനത്തിൽ ഒരു AI ആണ് നോക്കുന്നത്. അപ്പോൾ വീണ്ടും അത് റിജക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ബോട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ ഇഷ്യൂസ് ഭയങ്കര ടൈം എടുത്താൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് വിടുന്ന പല പ്രശ്നങ്ങളും ഇത് മൂലം ഉണ്ടാകുന്നുണ്ട്. കാരണം ഓൾറെഡി ഇതിപ്പം AI ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. AI ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് തന്നെ AIക്ക് തിരിച്ചറിയാൻ ഏതാണ് കാര്യങ്ങൾ. പക്ഷേ അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്ന് പറഞ്ഞാൽ അത്രയും ടൈം നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ആ ടൈമിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫംഗ്ഷൻസ് നമ്മൾ വേണ്ടാന്ന് വെക്കും. അങ്ങനെയാണ് യൂസ്. ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചാണ്, കസ്റ്റമറാണ് ആ വഴിക്ക് പോകത്തുള്ളൂ. നമുക്ക് അവരെ സംബന്ധിച്ച ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ ബൈജേട്ടാ, ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ യൂസ്ഡ് കാറിൽ ഇൻസ്പെക്ഷൻ്റെ കാലങ്ങളായിപ്പോൾ. അപ്പോൾ ഒരുപാട് പേര് യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതും അവിടെ ഒരു റോങ് കച്ചവടം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർ ഇൻസ്പെക്ട് ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഒരു ടീം, അവർ കാർ ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും ഈ എൽക്കോമീറ്ററും എല്ലാ സ്കാനിങ് ടൂൾസും കൊണ്ടുവന്ന് നോക്കിയ ശേഷം ഇപ്പം ബൈജേട്ടനൊരു വാഹനം വാങ്ങുന്നു. അപ്പം ബൈജേട്ടൻ്റെ വാഹനം ഇപ്പോൾ എഡ്വിൻ്റെ കാറാണ് വാങ്ങുന്നതെങ്കിൽ ബൈജേട്ടൻ ഈ ഒരു ടീമിനെ ഏൽപ്പിക്കും. അവർ വന്ന് എഡ്വിൻ്റെ കാർ ഇൻസ്പെക്ട് ചെയ്തിട്ട് ബൈജേട്ടനൊരു റിപ്പോർട്ട് തരും. ബൈജേട്ടൻ വാങ്ങാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് കാറാണ് കേട്ടോ, 5 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം റേഞ്ചിലുള്ള ബഡ്ജറ്റ് കാറാ അല്ലെങ്കിൽ 2 ലക്ഷം ആയിക്കോട്ടെ. അപ്പോൾ ഇതിന് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വരുന്നത് അവർ നോക്കിയ ശേഷം പെയിൻറ്റ് കോട്ടുമീറ്റർ എല്ലാം വെച്ച് നോക്കിയ ശേഷം പറയും ബോണറ്റ്, ഡോറ് ഇതെല്ലാം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം പാനലുകളാണ്, ചേസിൽ വരുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരു വാഹനം ബഡ്ജറ്റ് കാർ വാഹനം നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഒന്ന് ഫ്ലഡ്. ഈ മേജർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ചേസിൽ വരുന്ന ആക്സിഡൻറ്റുകൾ. ഒബ്വിയസ്ലി ഈ ഡോറ് റീപ്ലേസ് ചെയ്താലോ ഒരു ബോണറ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ടോ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷനൊന്നും ഒരു വ്യത്യാസമില്ല. പ്ലസ് മാർക്കറ്റ് വാല്യൂവിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവർ ബൈജേട്ടൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് പറയുന്നത് എങ്ങനെയായിരിക്കും, സാർ ഇതിൽ ബോണറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, ഇത് അടിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം ബൈജേട്ടൻ ഒബ്വിയസ്ലി എന്ത് പറയും, എനിക്ക് കാർ വേണം. നെക്സ്റ്റ് വീണ്ടും ബൈജേട്ടൻ അടുത്തൊരു കാർ നോക്കും. അതിന് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി ബൈജേട്ടൻ ഒരു 5000 അല്ലെങ്കിൽ 10,000 രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത കാറ് വരുമ്പോൾ ബൈജേട്ടൻ ഇവരെ വിളിക്കും. വീണ്ടും അവർക്കൊരു ബിസിനസ്സാണ് കിട്ടുന്നത്. അവർ അതേപോലെ ഇത് നോക്കും. എന്നിട്ട് പറയും ഇതിനും അങ്ങനെ പ്രശ്നമുണ്ട് സാറേ എന്ന്. 2 എണ്ണം നോക്കി കഴിയുമ്പോൾ ബൈജേട്ടൻ ഇത് ഫഡപ്പ് ആവും. അപ്പം ബൈജേട്ടൻ ചോദിക്കും നിങ്ങളുടെ പരിസരത്തിലായി നല്ല കാറുണ്ടോ എന്ന് ചോദിക്കും. എക്സാക്ട്ലി ഇല്ലേ, അപ്പൊ അവർക്കതൊരു ബിസിനസ്സാണ്. അപ്പൊ അവർക്കതൊരു ബിസിനസ്സാണ്. അവർ സാറേ ഞങ്ങളുടെ കയ്യിൽ ഒരു വാഹനമുണ്ട്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഒരു കമ്മീഷൻ അത് കിട്ടുന്നുണ്ട്. എനിക്ക് വീണ്ടും കുറച്ച് ശത്രുക്കളായി. ഇൻസ്പെക്ട് ചെയ്യുന്നവരൊക്കെ ശത്രുക്കളായില്ലേ? അല്ല, അതിലിപ്പോ ഞാനും പറയാം, വേറൊരു കാര്യം പറയാം. അതേപോലെ തന്നെ കേരളത്തിൽ നന്നായി ഇൻസ്പെക്ട് ചെയ്യുന്ന ടീംസും ഉണ്ട്. ഞാൻ പേര് പറയേണ്ട, നന്നായി ഇൻസ്പെക്ട് ചെയ്യുന്ന നമുക്ക് പേഴ്സണലി കണക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ഒരു വാഹനത്തിന് ഒരു ഫോർച്യൂണർ അവരൊന്ന് ഇൻസ്പെക്ട് ചെയ്തു. ട്രിവാൻഡ്രം കസ്റ്റമറാണ് വന്നത്. അപ്പോൾ ആ ട്രിവാൻഡ്രം കസ്റ്റമർ അനന്തു എന്ന് പറയുന്ന ഒരു കസ്റ്റമറാണ് വന്നത്. ആൾ വന്ന് നോക്കി ആൾ ഇവരെയാണ് വിട്ടത് നോക്കാനായിട്ട്. ആ വാഹനം എല്ലാം നോക്കിയ ശേഷം ഇവർ ഈ പറഞ്ഞ മീറ്റർ വെച്ച് എല്ലാം നോക്കി. എന്നിട്ട് കസ്റ്റമറിൽ അവർ സംസാരിക്കുന്ന രീതിയുണ്ട്. അവർ സംസാരിച്ചിരിക്കുന്ന സാർ വാഹനം എഞ്ചിൻ കണ്ടീഷൻ വളരെ നല്ലതാണ്, 1.5 ലക്ഷം കിലോമീറ്റർ ഉള്ളൂ. ടൊയോട്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കറിയാം ഒരു 8-10 ലക്ഷമൊക്കെ ഓടുന്നതാണ്. എഞ്ചിൻ കണ്ടീഷൻ വളരെ ആണ്. ചേസിൽ മേജർ ആക്സിഡൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ ബോഡിയിലെല്ലാം പെയിൻറ്റ് കയറിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ നോർമലായിട്ട് ഈ ട്രാഫിക്കിൽ ഓടുമ്പോൾ പെയിൻറ്റ് കയറുന്നതാണ്. വാഹനം എടുക്കുന്നതിൽ സാർക്ക് കുഴപ്പമില്ല. ഇങ്ങനെ പറയുന്നതും മറ്റേ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ആൾ വന്ന് സാറേ ഇത് മൊത്തം റീപെയിന്റ്, ഇത് എടുക്കല്ല കേട്ടോ വാഹനം എന്നുള്ള രീതിയിൽ പറയുന്നതും കസ്റ്റമറിനെ ടെൻഷൻ ആക്കുന്നത്. പിന്നെ ബൈജൻ പിന്നെയും അവരെ വീണ്ടും അലോക്കേറ്റ് ചെയ്യും, അടുത്ത വാഹനം ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അവർക്കൊരു റവന്യൂ ആണത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ ടീംസിനൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് പറഞ്ഞ ടീംസില്ലേ അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അവർ നല്ല ആൾക്കാർ ഈ പറഞ്ഞ പോലെ അതിന്റെ കാര്യം വ്യക്തമായ ഒരു കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കണം. അവർ ടെൻഷൻ ആക്കിയിട്ട് കാര്യമില്ല. ശരിക്കും തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ടീമിനെ തുടങ്ങാവുന്നതാണ് ഇതിന്റെ ഒരു സപ്പോർട്ട് ടീമായിട്ട്. അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ മാനിപ്പുലേഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ ഇൻസ്പെക്ടേഴ്സ് വന്നിട്ടേ കാര്യമുള്ളൂ. എക്സാക്ട്ലി ക്വാളിഫൈ നമ്മൾ അതിനകത്ത് ഈ വണ്ടിയെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പം ധനേഷിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഇൻസ്പെക്ട് ചെയ്യുന്നതും അല്ലാതെ സാധാരണ ഒരാൾ വന്നിട്ട് കുറേ ഡിവൈസസ് വെച്ച് ഇൻസ്പെക്ട് ചെയ്യുന്നതും ഭയങ്കര ടെക്നിക്കൽ നോളജ് നമ്മുടെ ശ്രീനിവാസൻ പറയുന്ന പോലെ പോളിടെക്നിക്കൽ. അല്ല, ഇപ്പം ഈ യൂസ്ഡ് കാർ വിപണിയിൽ ധാരാളം കളികളുള്ള ഒരു കാലമാണ്. ഇത്തരത്തിലുള്ള ഇതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നുണ്ട്. ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നവർ തന്നെ ഇങ്ങനെ ഇതെല്ലാം മാനിപ്പുലേഷൻ നടത്തുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അപ്പോൾ ഡയറക്റ്റ്
കസ്റ്റമറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡീലേഴ്സിൻ്റെ കാര്യത്തിലായാലും. അതുപോലെ ഇപ്പോൾ ധാരാളം അന്യസംസ്ഥാന വാഹനങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളായിട്ട് ചോദിക്കുക, എന്താണ് അങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കുന്നവരോടുള്ള ഒരു ഉപദേശം എന്താണ്? അന്യസംസ്ഥാനത്തിന് വരുന്ന വാഹനങ്ങൾ എടുക്കുന്നതിൽ നമുക്ക് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അന്യസംസ്ഥാനത്ത് വരുന്ന വാഹനങ്ങൾ ഈ ഹിസ്റ്ററി ഉള്ള വാഹനങ്ങൾ നോക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അന്യസംസ്ഥാനത്ത് വരുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന ടൊയോട്ട വാഹനങ്ങൾ. അതിന് കാരണം മീറ്റർ ടാമ്പറിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കണക്കാക്കണം. പിന്നെ അതിൽ നോക്കാതെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കിലോമീറ്ററിൽ ജെന്യൂനിറ്റി കിട്ടാം. അതിലും ഉടായ്പ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓയിൽ ചേഞ്ചിന് മാത്രം കമ്പനി കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ അന്യസംസ്ഥാനം വരുന്ന വാഹനങ്ങളുടെ എഞ്ചിൻ കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കാനും അതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ടൊയോട്ട വാഹനങ്ങൾ. കാരണം അത് അവർ എത്രയൊക്കെ മീറ്റർ ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം ഓടുന്ന എഞ്ചിനാണ്. അപ്പോൾ ഒരു 2 ലക്ഷം ഓടി എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ മറ്റു വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം വാഹനങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു 50 lakhs ഒക്കെ ബെൻസോ BMO ഏതെങ്കിലും ഒരു വാഹനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10 to 15 lakhs നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിൽ ഇപ്പം കിട്ടും. ഇപ്പോൾ എനിക്ക് നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒന്ന് കാണിച്ച് നടക്കണം, ഒരു ബെൻസ് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് ഒരു വാഹനമൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നടക്കാം. പക്ഷേ അതിനേക്കാൾ ഇവിടുത്തെ വാഹനം ചിലപ്പോൾ കേരള രജിസ്ട്രേഷൻ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രൈസ് മാറും. ഒരു 5 to 10 lakhs വരെ ഡിഫറൻസ് വരും. അത് ഡിപ്പെൻസ് ഓൺ വെഹിക്കിൾ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ബെൻസ് കിട്ടും, പക്ഷേ അതിന് ശേഷം അതിനൊരു മേജർ പണി വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ എന്നുള്ളതുകൊണ്ട് അത് വാങ്ങിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ബൈജേട്ടൻ പറഞ്ഞ വാഹനങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്തോട്ടെ. ഈ പറഞ്ഞ നല്ല ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആരാണെന്ന് നമ്മുടെ ജനങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ കച്ചവടവും കൂടി ഉണ്ട്. അപ്പോൾ അവർ ഇൻസ്പെക്ട് ചെയ്യുന്ന കറക്റ്റ് ആവില്ല. അവരുടെ മൈൻഡിൽ എന്താ ഒരു ബിസിനസ് എനിക്ക് അവിടെ കിട്ടും എന്നുള്ളതിലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ കേസ് നല്ല ജെന്യൂൻ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് സാറേ, ഇതൊന്നും മേജർ അല്ല. ആ രീതിയിൽ കറക്റ്റ് ജെന്യൂൻ റിപ്പോർട്ട് കൊടുക്കണം. അത് ശരിക്കും പറഞ്ഞാൽ വിദേശത്തൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം. കാരണം അവർക്ക് ഡയറക്റ്റ് വന്ന് നോക്കാൻ പറ്റില്ല. അവർക്കൊരു ഇതുപോലെ ഇൻസ്പെക്ഷൻ ചെയ്ത് നല്ല ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അതിനിപ്പോൾ പറഞ്ഞാൽ അവർ ബാക്കിയുള്ള കച്ചവടത്തെ തകർക്കുന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കച്ചവട സൈഡിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും നോക്കി കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റും വാഹനങ്ങളും രണ്ടും എത്ര % വീതമൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? റിയൽ എസ്റ്റേറ്റും കാര്യമായി രണ്ടും ഒരുപോലെയുണ്ട്. നമ്മളിപ്പോൾ വാഹനങ്ങളെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചെങ്കിലും ഈ റിയൽ എസ്റ്റേറ്റും അതുപോലെ ഞങ്ങൾ റൺ ചെയ്യേണ്ട ഗ്രൂപ്പ് ഈ പറഞ്ഞ 30 മില്യൺ നമുക്ക് ഓൾറെഡി മെമ്പേഴ്സുള്ള ഗ്രൂപ്പുകളിൽ അതിൽ ഏകദേശം റിയൽ എസ്റ്റേറ്റും ഉണ്ട്. രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിലും ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. നമ്മൾ കയറുമ്പോൾ 2 ഇന്റർഫേസിലേക്ക് പോകാം അല്ലേ? പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജേട്ടൻ്റെ ലൈഫിൽ ബൈജേട്ടൻ ചിലപ്പോൾ ഒരു 4 കാർ ഇപ്പം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ റിയൽ എസ്റ്റേറ്റ് വരുമ്പോൾ ഞാൻ ആകെ ഒരു വീടേ വെക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾ. അപ്പോൾ അതിലോട്ട് കയറുന്ന ജനങ്ങളുടെ ട്രാഫിക്കിനേക്കാളും കൂടുതൽ യൂസ്ഡ് കാറിലുണ്ടായിരിക്കും. പക്ഷേ എങ്കിലും നിയമങ്ങൾ ഒരേപോലെ തന്നെയാണോ രണ്ടിലും? വ്യക്തികൾക്കും പോസ്റ്റ് ചെയ്യാം, അതെല്ലാം ഒരുപോലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇതിൽ നിന്നുള്ള റവന്യൂവിനെ ഉപരി നമ്മൾ എല്ലാവർക്കും ബിസിനസ് നടക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഇതുപോലുള്ള കച്ചവടക്കാർ തന്നെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും എല്ലാം വേണ്ടി കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു വർഷം കൊണ്ട് എത്രത്തോളം ഡൗൺലോഡ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ഒരു കണക്ക് നോക്കിയിട്ടുണ്ടോ? അതെ, ഒരു വർഷത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണല്ലോ ഒരു 10 lakhs മേളിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ തന്നെ നമ്മൾ മറ്റേ എന്തായാലും വളരെ നല്ല ഒരു സംരംഭമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെപ്പറ്റി എന്തെങ്കിലും നമുക്ക് അഡീഷണൽ പറയാനുണ്ടോ? ഇതെല്ലാവരും ഈ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിച്ച് തുടങ്ങുക. ആഡോഡ് ആണെന്നാണ് നമ്മുടെ ആപ്പിന്റെ പേര്. അപ്പോൾ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പം ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. നെക്സ്റ്റ് ഓൾറെഡി അത് ലോഞ്ച് ചെയ്യാണ്, റെഡി ടു ലോഞ്ച് ആണ് ഇപ്പം. എന്തായാലും അതങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കമ്പയർ ചെയ്ത് നോക്കുക. അതെ, യൂസ് ചെയ്ത് തീരുമാനിക്കുക. എന്നിട്ട് നമുക്ക് ധാരാളമായിട്ട് ഇവരങ്ങ് ഉപയോഗിച്ച് തുടങ്ങാം എന്നാണ് പറയുന്നത് അല്ലേ? പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. വാഹനങ്ങൾ എൻ്റെ ഒരു വണ്ടി ഞാൻ അതിലേക്ക് അപ്പോൾ പിന്നെ ടീമുകൾ നിങ്ങൾ 3 പേരല്ലാത്ത ടീമുകൾ ആയിരിക്കണം പേരുകളൊക്കെ? ഞങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ് US ന്ന്. അത് മെയിൻ ഇൻവെസ്റ്റേഴ്സ് ഇത് 4 പേര്. റിക്കി ആന്റോണിയോ, പിന്നെ ഡാനിയൽ ജോണത്തൻ, പിന്നെ ഡോക്ടർ ജോർജ് സാമുൽ ഫ്രം ഹ്യൂസ്റ്റൺ and his wife Sophie Alexander Samuel from Houston. അപ്പം അവർ 4 പേര് ഞങ്ങളുടെ മെയിൻ ഇൻവെസ്റ്റേഴ്സ്. എല്ലാവരും US ന്യൂയോർക്കിലും ഹ്യൂസ്റ്റൺ ടെക്സസിലും. നമ്മൾ എവിടെയാണ് ശരിക്കും ബേസ്ഡ്? നിങ്ങളുടെ കമ്പനി എവിടെ ബേസ്ഡ് ആണ്? അങ്ങനെയുണ്ടോ അതോ ഒരു? ഇല്ല, ആക്ച്വലി നമ്മളിപ്പോൾ കറന്റ് നമ്മൾ തുടങ്ങിയേക്കുന്നത് കോട്ടയം ബേസ്ഡ് ആണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യും, ഇൻഫോ പാർക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് അത് അവിടെ മാത്രമാണ് ഓപ്പറേഷൻസ് എന്നല്ല, ഓപ്പറേഷൻസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസായിട്ട് ഇത് ഹെഡ് ഓഫീസായിട്ട് ഇവിടെയാണ് വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം
ഫ്യൂച്ചറിൽ നമ്മൾ അതങ്ങനെ വരും. പിന്നെ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഒരു ഓഫീസിന്റെ ഒരു പ്രസക്തി തന്നെ ഇല്ലല്ലോ. ഇപ്പൊ ഇന്നത്തെ കാലം എല്ലാം റിമോട്ടാണ്. അപ്പോൾ എന്തായാലും അഡോഡാഡിൻ്റെ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നുണ്ടാവും, അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടു കാണും. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാകും. കാരണം അത്രയധികം 5 വർഷത്തെ ഒരു പ്രയത്നമൊക്കെയാണ് ഈ ഒരു ആപ്പിൻ്റെ പിന്നിലുള്ളത്. അപ്പം വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, എല്ലാ വിജയങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനി വൈകിട്ട് കാണാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ ബൈ ചേട്ടാ.